കബറങ്ങ കൂട്ടിമുട്ടി നമ്മൾ ശരിക്കാണ്ട് കണ്ടല്ലോ. നിങ്ങൾ കണ്ടോളി, ധാരാളം കൂട്ടിമുട്ടല്. ഭീമാപള്ളിയാണ് ആ കാണുന്നത്. പുരുഷനെന്നോ സ്ത്രീയെന്നോ പരപുരുഷ വ്യത്യാസമില്ലാതെ, ആയത്തുൽ ഹിജാബ് ബാധകമില്ലാതെ കൂട്ടിമുട്ടുന്ന രംഗം. മക്കത്ത് കൂട്ടിമുട്ടുന്നത് വലിയ പ്രശ്ന. അപ്പൊ അവിടെ കുടുങ്ങിക്കിടക്കുമ്പോ അവിടെ ജമാഅത്തിലൊക്കെ പങ്കെടുക്കാം. അത് ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് എതിർക്കുന്നില്ല. ഇവരെ ആരെയാണ് പഠിപ്പിക്കുന്നത്? ഇവരാരെ മുമ്പിലാ വഅദ് പറയുന്നത്? ഇവർക്കറിയാം മുജാഹിദ് മൗലവി ഖുർആാനിനോ ഹദീസിനോ വല്ല വിരുദ്ധം പറഞ്ഞ അപ്പത്തന്നെ സാത്തും ചോദ്യം വരും. കാരണം മുജാഹിദുകൾ കുറച്ചൊക്കെ ഉത്ബുദ്ധരാ. എന്നാ ഇവർക്കറിയാം ഈ യാക്കൗമിന്റെ മുമ്പില് എന്ത് പറഞ്ഞാലും മുമ്പൊരാള് വയല് കേൾക്കുമ്പോ സാധാരണ ഉണ്ടല്ലോ, എല്ലാത്തിനും ആമീനെന്നും റളിയല്ലാഹു അൻഹ എന്നൊക്കെ പറയുമ്പോ ഒരാള് വമൻ ദഖലഹു കാന ആമിനാ എന്ന് മുസ്ലിയാര് പറഞ്ഞപ്പോ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞതാണ്. എന്താ കാരണം? ഇത് പറഞ്ഞ ശീലമുള്ളൂ, വേറെ ദീനറിയണ്ടേ? നോക്കി നിങ്ങൾ, ആ കൗമാണ് ആ ചെയ്യുന്നത്. ദീനല്ല അവർക്ക് പറഞ്ഞു കൊടുക്കണത്. ഒരു പ്രശ്നവുമില്ലല്ലോ. കൂട്ടിമുട്ടലും അതിന്റെ അപ്പുറം നടക്കുന്ന മക്കബറയിൽ. ഈ ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ എത്തിച്ചു. ആ സ്ത്രീ ഇസ്ലാമിന്റെ മര്യാദ പ്രകാരം ദീന് കേൾക്കാൻ, ഖുതുബ കേൾക്കാൻ പള്ളിയിൽ പോയാൽ ഒരു നേരത്തെ നമസ്കാരത്തിന് നാട്ടിലെ പള്ളിയിലോ ഇവരെ വാദപ്രകാരം റസൂലുള്ളാഹിന്റെ മക്ബറ സന്ദർശിക്കൽ മാത്രമാണ് ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുമ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ടാവേണ്ടത്. അവിടെ നിസ്കരിക്കണം ലക്ഷ്യം വെക്കാൻ പാടില്ല. ഇനി നിസ്കരിച്ചാൽ തന്നെ ഇവരെ വാദപ്രകാരം 1 ലക്ഷം മദീന നിസ്കരിച്ച 1000 കിട്ടൂല. മക്ബറീക്കോ അതാണ് സുന്നത്ത് ജമാഅത്ത്. അവിടെ ഒരു പ്രശ്നവുമില്ല. ഇനി ഇതിലേറെ വലുത് നിങ്ങൾ കാണും. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിനടുത്ത് അമ്പംകുന്ന്